ഈ സമ്മേളനത്തിനായി എത്തിച്ച പതാക കൊടിമര ദീപശിഖ ജാഥകൾക്കൊപ്പം സഞ്ചരിച്ച ഒരാൾ എന്ന നിലയിൽ കൂടി, കൈരളി പ്രതിനിധി എന്ന നിലയിൽ കൂടി പി വി കുട്ടൻ എങ്ങനെയായിരുന്നു ആവേശം, വഴിനീളെ കണ്ട ആവേശം? ജിംഷാദ്, കൊല്ലം അക്ഷരാർത്ഥത്തിൽ ചുവന്ന് തുടുത്തിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ ആരംഭിച്ചിരുന്നു. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം മന്ത്രി KN ബാലഗോപാൽ ചെയർമാനായ സംഘാടക സമിതി വിവിധങ്ങളായ അനുബന്ധ പരിപാടികൾ കഴിഞ്ഞ കുറേ നാളുകളായി വൈവിധ്യമാർന്ന അനുബന്ധ പരിപാടികൾ, വിജ്ഞാനപ്രദമായ സെമിനാറുകൾ, അതോടൊപ്പം തന്നെ വിവിധ കലാകായിക മത്സരങ്ങൾ, ഈ തീരദേശ മേഖല, അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ആകെ ആവേശം നമുക്ക് ഇന്ന് ഈ ആശ്രമം മൈതാനത്ത് കാണാൻ വേണ്ടി പറ്റിയിരുന്നു. ചരിത്രം ഉറങ്ങുന്ന ഒരുപാട് വലിയ വലിയ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ ആശ്രമം മൈതാനത്താണ്. ഇവിടെയാണ് CPIM സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനം നടക്കുന്നത്. പൊതുസമ്മേളന നഗരിയിൽ വൈകിട്ട് ആയിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് സംഘാടക സമിതി ചെയർമാൻ KN ബാലഗോപാൽ ചെങ്കൊടി ഉയർത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളായ A വിജയരാഘവൻ, MA ബേബി, അതോടൊപ്പം സംസ്ഥാന സെക്രട്ടറി MD ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള CPIM-ന്റെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ, എല്ലാ നേതാക്കളും ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. M സ്വരാജ് നയിച്ച് കയ്യൂരിൽ നിന്നും പുറപ്പെട്ട പതാക ജാഥ, അതോടൊപ്പം തന്നെ CS സുജാത നയിച്ച കൊടിമര ജാഥ, അതോടൊപ്പം PK ബിജു നയിച്ച ദീപശിഖ ജാഥ, ഈ 3 ജാഥകളും ആയിരങ്ങളുടെ അകമ്പടിയോടുകൂടി വൈകിട്ട് കൊല്ലത്ത് സംഗമിക്കുകയായിരുന്നു. ഓരോ കേന്ദ്രങ്ങളിലും നിരവധി ആളുകൾ, വലിയ ജനസംഖ്യ തന്നെയാണ് ഈ ജാഥകളെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി, നേതാക്കളെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി, ജാഥയെ വരവേൽക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നത്. അങ്ങനെ കൊല്ലം നഗരത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് 3 ജാഥയും ആശ്രമ മൈതാനത്തേക്ക് എത്തുമ്പോഴേക്കും ഇവിടെ ജനനിബിഡമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഇവിടെ വലിയ ഒരു ജനസഞ്ചയത്തിലെത്തിയിരുന്നു. പൊതുസമ്മേളനം സമാപന ദിവസമാണെങ്കിൽ പോലും അതിനെ തുല്യമായ ഏതാണ്ട് വലിയ രീതിയിലുള്ള ജനങ്ങൾ ഇവിടേക്ക് പതാക ഉയർത്തുന്നതിന് വേണ്ടി എത്തിയിരുന്നു. നേതാക്കളൊക്കെ പോയിട്ടും ഇപ്പോൾ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ ആവേശം പങ്കുചേരുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങൾ കാണുന്നതിന് വേണ്ടി ആശ്രമം മൈതാനത്ത് തന്നെയാണ് എക്സിബിഷൻ നടക്കുന്നത്. ആ എക്സിബിഷൻ പ്രദർശനം കാണുന്നതിന് വേണ്ടിയൊക്കെ നിരവധി പേര് ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ 7 മണിക്ക് CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. നാളത്തെയും ഈ വരുന്ന ദിവസങ്ങളിലെ സംഘടനാ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട അവസാനപ്പെട്ട ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നത്. തീർച്ചയായും CPIM സംസ്ഥാന സമ്മേളനത്തിൻ്റെ സർവ്വ ആവേശങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ് കൊല്ലം ജില്ല. ആശ്രമം മൈതാനത്തെ, പ്രവിശാലമായ ആ മൈതാനത്തെ മുഴുവൻ ജനനിബിഡത ബോധ്യമാക്കുന്നു. ആ ആവേശം ചെമ്പതാകയ്ക്കൊപ്പം മുദ്രാവാക്യങ്ങളുമായി ലളിതമായത് കൊല്ലം എന്നത്. CPIM സംസ്ഥാന സമ്മേളനത്തെ അക്ഷരാർത്ഥത്തിൽ ഹൃദയം കൊണ്ട് വരവേറ്റാണ് കൊല്ലം നിമിഷങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 24 രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിർമ്മിച്ച ദീപശിഖകൾ അവിടെ സമ്മേളിക്കുകയാണ്. ധീരരായ രക്തസാക്ഷികളുടെ അനുസ്മരണം, അനശ്വരായ രക്തസാക്ഷികളുടെ ജീവത്യാഗത്തിൻ്റെ അനുസ്മരണം കൂടിയാണ്. അവർ പകർന്ന ഊർജത്തിൻ്റെ ചുവപ്പാണ് ഈ പതാകയിലും ഹൃദയത്തിലും പിടിക്കുന്നതെന്ന ഓരോ പ്രഖ്യാപനവും ആണ്, പാർട്ടിയുടെ ഓരോ പ്രഖ്യാപനവുമാണ് യഥാർത്ഥത്തിൽ അവിടെ ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും കൊല്ലം ആശ്രമം മൈതാനത്ത്, പ്രവിശാലമായ ആ മൈതാനത്ത് ജനസഞ്ചയം ഒരുമിച്ച് കൂടുന്നു. മാത്രമല്ല CPIM സംഘടിപ്പിക്കുന്ന പാർട്ടി പരിപാടി, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ പരിപാടി എന്നതിനപ്പുറത്തേക്ക് സാമാന്യ ജനങ്ങൾക്ക് കാണേണ്ട ഇൻഫർമേറ്റീവായ ഗുണപരമായ നിരവധി ഘടകങ്ങൾ കൂടി ചേർത്തിട്ടുണ്ട് അവിടെ. അതാണ് നേരത്തെ പി വി കുട്ടൻ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്ന മ്യൂസിയം അടക്കം. അവിടെ കൈരളി TV-യും പ്രത്യേകം സ്റ്റാൾ ഒരുക്കി അത്തരത്തിൽ അതിന് ഭാഗമാക്കാകുന്നുണ്ട് പി വി കുട്ടൻ. അതെ, ഈ പ്രദർശന നഗരിയിൽ കൈരളിയുടെ സ്റ്റാൾ കൂടിയുണ്ട്. അവിടെ തത്സമയം നമ്മുടെ വാർത്തകൾ, സമ്മേളന വിശേഷങ്ങളൊക്കെ ഈ പ്രദർശന നഗരി സന്ദർശിക്കുന്ന ജനങ്ങൾക്ക് തത്സമയം കാണാൻ പറ്റുന്ന തരത്തിലാണ് നമ്മളെ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും അജിംഷാദ്, നാളെ രാവിലെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. പ്രതിനിധി സമ്മേളനം CPIM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗവും കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്ററുമായ പ്രകാശ് കാരാട്ടാണ് ഉദ്ഘാടനം ചെയ്യുക. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട സംഘടനാ നടപടിക്രമങ്ങളാണ്. സംസ്ഥാന സെക്രട്ടറി MD ഗോവിന്ദൻ മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, നമുക്ക് നേരത്തെയൊക്കെ ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ പറഞ്ഞതുപോലെ തന്നെ പുതിയ
കേരളവുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട രേഖ അവതരിപ്പിക്കും. ഈ രേഖയിൽ ഒരു ദിവസം മുഴുവൻ പ്രതിനിധികൾ ഈ രേഖയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. നമുക്കറിയാം 1957 ബാലറ്റിലൂടെ ആദ്യമായി ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ EMS സർക്കാർ അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ അതിന് തൊട്ട് മുമ്പ് 1956 തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന സമ്മേളനമായിരുന്നു സർക്കാർ രൂപീകരിക്കപ്പെടുകയാണെങ്കിൽ LDF എന്ന് കമ്മ്യൂണിസ്റ്റ് സർക്കാർ രൂപീകരിക്കപ്പെടുകയാണെങ്കിൽ എന്ത് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടത്തേണ്ടി വരിക എന്നത് സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ ഒരു രേഖ അന്ന് തയ്യാറാക്കിയിരുന്നു. അതിനനുസരിച്ചായിരുന്നു 1957 സർക്കാർ പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതായത് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ നയം എങ്ങനെയായിരിക്കണം, LDFിൻ്റെ നയം എങ്ങനെയായിരിക്കണം, LDF സർക്കാരിൻ്റെ നയം എങ്ങനെയായിരിക്കണം സംബന്ധിച്ചുള്ള രേഖ അവതരിപ്പിച്ചിരുന്നു. അതിനെ പിൻപറ്റിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായത്. കേരളം ലോകത്തിന് തന്നെ മാതൃകയാവുന്ന വികസന പ്രവർത്തനങ്ങൾ, അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ വ്യാവസായിക രംഗത്തും ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ നേടിയ വലിയ വളർച്ച, അതോടൊപ്പം ക്ഷേമ പദ്ധതികൾ, അതൊക്കെ വലിയ രീതിയിൽ നടപ്പിലാക്കാൻ LDF സർക്കാരിന് സാധിക്കുന്നത് ഈ CPIM സമ്മേളനത്തിനകത്ത് വരുന്ന നിർദ്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ അവിടെ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന ഈ രേഖയിന്മേലുള്ള ചർച്ചകൾ, അതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കേരളത്തിൽ അവകാശപ്പെടാനില്ലാത്ത അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ സമ്മേളന നടപടികളൊക്കെ പോവുക. ഒരു ദിവസം പ്രവർത്തന റിപ്പോർട്ടിന്മേലും മറ്റൊരു ദിവസം തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന രേഖയുടെ മുകളിലുമാണ് ചർച്ചകൾ നടക്കുക. ഈ ചർച്ചയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് അതിനുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ടാണ് സർക്കാർ വരുന്ന വർഷങ്ങളിൽ പ്രവർത്തനം നടത്തുക. ഏതായാലും മൂന്നാം പിണറായി സർക്കാർ, LDF സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരും എന്ന തരത്തിലുള്ള ഒരു വിശ്വാസം കേരളത്തിലെ ജനങ്ങളിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. അത് പരക്കെ ചർച്ചയാവുന്നുണ്ട്. CPMൻ്റെ നേതാക്കളോ പ്രവർത്തകരോ മാത്രമല്ല, മറിച്ച് കോൺഗ്രസിൻ്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ, ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ പോഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള വളരെ മുതിർന്ന സീനിയറായ കോൺഗ്രസ് നേതാക്കൾ തുടർഭരണം സാധ്യമായി വരും എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു. അങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയ കേരളം മുഴുവൻ ഈ ഒരു തുടർഭരണ സാധ്യതകളെപ്പറ്റി വളരെ ശക്തമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മൂന്നാം LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ സർക്കാരിന് മുന്നോട്ട് പോകാനുള്ള മാർഗരേഖ ഉൾപ്പെടെയായിരിക്കും ഈ സമ്മേളനത്തിൽ ചർച്ചയാവുന്നതും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതും. അജിംഷാദ്. തീർച്ചയായും PV കുട്ടൻ, എന്തായാലും കർഷകരുടെയും തൊഴിലാളികളുടെയും ഒക്കെ സമരങ്ങൾ കൊണ്ട് മുഖരിതമായ കൊല്ലത്ത് 24ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച CPIMൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊടി ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ സമ്മേളന നഗരിയിൽ നിന്നും ദീപശിഖ റാലിയാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്ന ടൗൺ ഹാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്.